ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉഴുന്നുവടയായിരുന്നു കേട്ടോ. നല്ല ചൂടുള്ള ഉഴുന്നുവടയായിരുന്നു. നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാക്കണതാണ് കേട്ടോ. അത് ഉഴുന്നുവടയും പിന്നെ ഹോർലിക്സാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാതുട്ടിക്കും ഫൈക്കുട്ടിക്കും വരുമ്പോഴേക്കും നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ടപ്പോൾ ഒരു ഉഴുന്നുവടയും ഒരു ഗ്ലാസ് ഹോർലിക്സും കൂടെ രാവിലെ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. വിശപ്പൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തൽക്കാലം പെട്ടെന്നൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്നും മറന്നു പോണ ഒരു കാര്യമാണിതേ. ഇത് നമുക്ക് കാർഗോയായിട്ട് വന്ന കുറച്ച് പുതപ്പുകളാണ് കേട്ടോ. ബ്ലാങ്കറ്റും അങ്ങനെ കുറച്ച് പുതപ്പ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3 എണ്ണം ഉണ്ടായിരുന്നേ. അപ്പോൾ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ തുമ്മിയിരുന്നത്. അപ്പോൾ ഇതൊന്ന് കഴുകാനായിട്ട് കൊടുക്കണം. അപ്പോൾ കഴുകാനായിട്ട് കൊടുക്കുന്ന ടൈമിൽ മാത്രം ഇത് പുറത്തേക്ക് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കട്ടൻ്റെ അടിയിൽ അവിടെ അങ്ങനെ ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നൊരു സാധനമാണ് കേട്ടത്. അപ്പോൾ ഇതിലെനിക്ക് ആ റെഡ് കളർ ബ്ലാങ്കറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം തന്നെയാണ് കേട്ടോ ഇത് കാണുന്നുള്ളൂ. മുന്നേ ഇത് തുറന്നിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് കാലങ്ങളായി മാസങ്ങളോളമായിട്ട് ഇരിക്കുന്ന ഒരു സാധനമാണ് ഇത്. അങ്ങനെ അതൊക്കെ ഒന്ന് തുറന്ന് കിട്ടിയപ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയിട്ട് അത് അവിടെ ഇരിക്കണ്ടായിരുന്നു. അത് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മടി പിടിച്ചിട്ട് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ചായ കുടിച്ചതൊക്കെ അതൊക്കെ കഴുകി വെച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ റബ്ബർ സ്കെയില് ആ ഐറ്റംസൊക്കെ എപ്പോഴും വാങ്ങിക്കണതാണ്. കൊണ്ടുവന്നത് കംപ്ലീറ്റ് കഴിഞ്ഞു. ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് റബ്ബർ സ്കെയില് പെൻസിലൊക്കെ ആയിട്ട് ഉപയോഗിക്കണം. പിന്നെ കുട്ടികളുടെ വീട്ടിൽ അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം മടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് തലേ ദിവസം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഒരു കൈപ്പക്കയും ഒരു വഴുതനങ്ങയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 എണ്ണം ഓരോന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും വേറെ ഒന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കായം പറട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളിയുടെ ആ കളറ് കണ്ടപ്പോൾ എനിക്ക് തക്കാളി ചമ്മന്തി കഴിക്കാനൊരു പൂതി ഉണ്ടായിട്ടാണ്. അപ്പോൾ അങ്ങനെ തക്കാളി അരിഞ്ഞ് വെച്ച് അതൊരു തക്കാളി ചട്നി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാനാണേ. പിന്നെ അത്യാവശ്യം മടി എന്നുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ എളുപ്പമായിട്ട് വേഗം ഗ്യാസിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചോറൊക്കെ റൈസ് കുക്കിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ നല്ല മടിയുള്ള ദിവസമായിരിക്കും കേട്ടോ. ആ ദിവസം അടുക്കളയിൽ കയറാൻ കുറച്ച് മടിയാണെങ്കിലും കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ. അങ്ങനെയുള്ള ദിവസമാണ് ഇന്നേ. അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ ഒരു ഉഴുന്നുവടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം അത്യാവശ്യം വിശക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് മാഗി ഉണ്ടായിരുന്നേ. അത് ഞാൻ ഉണ്ടാക്കി കഴിച്ചു. കുട്ടികളെ പോലെ എനിക്ക് ഇടയ്ക്കൊരു ആഗ്രഹം വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെയും കാണാം. Bye bye.